അത് നമ്മൾ 11ാമത്തെ നോമ്പിലേക്ക് കാൽ ചുവട് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഒരു 2/3 പോർഷൻ ഓഫ് ദ നോമ്പിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നു കേട്ടോ. 1/3 ഓൾറെഡി ഇപ്പം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ ഒരു കൊളാബറേഷൻ നികത്താനായിട്ട് ഞാൻ വിചാരിച്ചിരുന്നു നമുക്ക് മോമോസ് ഉണ്ടാക്കാമെന്ന്. ബീഫ് മോമോസ് ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് കുറച്ച് ഷ്രെഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ കറിയെന്നുള്ള ബീഫ് ഞാൻ എടുത്തിട്ട് അത് കുറച്ച് മിൻസ് ചെയ്തിട്ട് എടുത്തേക്കുന്ന കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കും പച്ചമുളകും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ചൊരു ചില്ലി ഫ്ലേവർ നമുക്കിഷ്ടമാണ് വീട്ടിൽ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. സ്വന്തം വീട്ടിലേക്ക് എടുക്കേണ്ടതുകൊണ്ട് തന്നെ കൈകൊണ്ട് നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ അത് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ലേറ്റർ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് വെക്കുക കേട്ടോ. അങ്ങനെ ആത്മാർത്ഥതയോടുകൂടി മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ക്ലോക്കിൽ നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഇപ്പോൾ 6:30 ഇനി ഇത് ആത്മാർത്ഥത കാണിക്കാൻ പോയാൽ എനിക്ക് നോമ്പ് തുറക്കില്ല എന്ന് മനസ്സിലായി. ഞാൻ വേഗം നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചു. ആ വെള്ള കളറിൽ ഇരിക്കുന്ന പാലല്ല കേട്ടോ, അത് സംഭാരം കേട്ടോ. ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ഒന്നും സമയം കിട്ടിയില്ല. ഇന്ന് ആക്ച്വലി നമ്മൾ പുറത്തൊക്കെ പോയി കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അല്ലാതെ മനഃപൂർവ്വം ഞാൻ 6:30 കാണാതിരുന്നൊന്നും അല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് മോമോസ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ താമസിച്ചു. അതാണ് സംഭവം പറ്റിപ്പോയി. അങ്ങനെ മാവൊക്കെ മാവ് പരത്തുമ്പോഴാണ് രസം. എനിക്ക് നമ്മുടെ രാജ്യസ്നേഹം ഭയങ്കര വിതുമ്പി കിടക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇന്ത്യയുടെ മാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ ഭൂഖണ്ഡങ്ങൾ വന്നു. എന്തിനേറെ അവസാനം ഇപ്പം കുറേ ഹാർട്ടുകളൊക്കെ പോലും ഞാൻ പോലും അറിയാത്ത രീതിയിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. രാജ്യസ്നേഹം അല്ല, ഇപ്പം എനിക്ക് സംസ്ഥാന സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ മോമോസ് ഇതുപോലെ തന്നെ നമ്മൾ എന്നിട്ടൊരു റൗണ്ട് സംഭവം വെച്ചിട്ട് എടുത്തു. അത് ഫില്ല് ചെയ്തിട്ട് ഈ പറയുന്ന പ്രകാരം അത് മടക്കി എടുക്കുക. ആ ഒരു ഷേപ്പിലേക്ക് എത്തിക്കുക കേട്ടോ. ഇതിപ്പോൾ ആക്ച്വലി ഫസ്റ്റത്തെ ഞാൻ എടുത്തേക്കുന്ന ഒരു നീണ്ട ഷേപ്പിലും രണ്ടാമത് എടുത്തേക്കുന്ന മറ്റേ ഒരു യൂഷ്വൽ മോമോസിൻ്റെ ഷേപ്പിൽ, ആ യൂഷ്വൽ മോമോസിൻ്റെ ഷേപ്പിൽ തന്നെ കേട്ടോ. അങ്ങനെ നമ്മുടെ മോമോസ് എല്ലാം റെഡി ആയിട്ട് ഇനി അത് നമുക്ക് സ്റ്റീം ചെയ്യാൻ പോകും. അപ്പോൾ സ്റ്റീം ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ലെയർ ഓഫ് മോമോസ് കംപ്ലീറ്റ്ലി കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ നമുക്ക് വെക്കാൻ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ മുകളിലും കുറച്ചൊരു ഓയിൽ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ലെയറും വെക്കുക കേട്ടോ. അങ്ങനെ മോമോസൊക്കെ വെച്ചു. മോമോസ് നല്ല അടിപൊളി മോമോസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മോമോസ് ഫുൾ. പക്ഷേ ഒരു കാര്യം പറ്റി, ഞാൻ ഫോട്ടോയോ വീഡിയോയോ എടുക്കാൻ മറന്നുപോയി. അവസാനത്തെ ഒന്നും ഇല്ലാണ്ടായിപ്പോയി. സോ ദാറ്റ്സ് അബൌട്ട് ടുഡേ. സോ ഇഫ് യു ഫൈൻഡ് മൈ വീഡിയോ ഇൻട്രസ്റ്റിംഗ്, പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.